ചൂരൽമല ടൗണിലെ കടകളൊക്കെ തന്നെ ഷട്ടറുകൾ തുറന്ന് ശുചീകരിച്ച് തുടങ്ങിയിരിക്കുകയാണ്. വലിയ രീതിയിൽ ചെളിയും മരങ്ങളും കല്ലുകളും വന്നടിഞ്ഞ ടൗണാണ്. ഒരു കടകൾ പോലും തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല. സന്നദ്ധ പ്രവർത്തകർ വീടുകളും ഈ ദുരന്ത മേഖലയും കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ പൂർത്തിയായ മുറയ്ക്ക് ഈ ചൂരൽമല അങ്ങാടിയിലെത്തി കടകൾ തുറന്ന് അവിടെയുള്ള വ്യാപാരികളെ സഹായിക്കുകയാണ്. ഇവിടെ ഉള്ളത് ബിസ്മി ഒരു ബിരിയാണി കടയാണ്. രാവിലെ ആദ്യം വന്നത് ഇവിടെയാണ്, ഈ കടയാണ് തുറന്നത്. ചേട്ടൻ്റെ കടയാണല്ലേ? സാധനങ്ങൾ എന്തെങ്കിലും കിട്ടിയിരുന്നോ? ഒന്നും അങ്ങനെ ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വേറെ എല്ലാ സാധനങ്ങളും മുഴുവൻ പോയി. എല്ലാം നഷ്ടപ്പെട്ടു. ഇനി ഒന്നും നഷ്ടപ്പെടാൻ ബാക്കിയില്ല. ഒരുപാട് ലോഡ് കണക്കിന് ഇറക്കിയിട്ട സാധനം ഞങ്ങൾ ഒന്നായിട്ട് ഒരു മാസക്കണക്കിനാണ് സാധനം എടുക്കുക. അവിടെ കൽപ്പറ്റ കൊണ്ടുപോയിട്ട് എടുക്കുക. അതൊരു 2 ലക്ഷം 2.5 ലക്ഷം റുപ്യൻ്റെ ഒക്കെ സാധനം ഒന്നായിട്ട് ഇറക്കിയിട്ട് ഒരു മാസത്തൊക്കെ അങ്ങനെയാണ് ആ കച്ചവടം. ആ സാധനങ്ങൾ കംപ്ലീറ്റും പോയി. ഈ ഊട്ടൂട്ട് സാധനങ്ങൾ ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം പോയി. ഒന്നും എടുക്കാനില്ല. ഇതിനകത്ത് ഒഴുകി പോയിട്ടുണ്ടോ സാധനങ്ങൾ? പുറത്തോട്ട് കണ്ടമാനം ഒഴുകി പോയിട്ടുണ്ട്. ഇതിലൊന്നും നിന്നിട്ടില്ല. ഇവിടുത്തെ ബാക്കിലുള്ള ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. കണ്ടമാനം സാധനം ഒഴുകി പോയിട്ടുണ്ട്. എന്താ ഉദ്യോഗസ്ഥർ പറയുന്നത്? ഈ സൈഡ് സേഫ് ആണ്, ഇത് പുഴയുടെ സൈഡാണല്ലോ. പുഴയുടെ സൈഡാണ്. അതിന് ഉദ്യോഗസ്ഥന്മാർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ഇനി പുനരധിവാസം ഉണ്ടാകുമെന്നോ ഇല്ലാന്നോ ഇന്നത് ചെയ്യാന്നോ ഒന്നും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇല്ല. അരിയൊക്കെ ചാക്കണക്കിന് അരി ഉണ്ടായിരുന്നോ? ചാക്കണക്കിന് അരി അതാ ഒന്നായിട്ട് അവിടെ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആ കിടക്കണ മൈദ അരി ഒലിച്ചു പോയതിൻ്റെ ബാക്കിയൊക്കെ ഒരുപാട് സാധനം അവിടെ തന്നെ ഉണ്ട്. ഈ സന്നദ്ധ പ്രവർത്തകർ വന്ന പാത്രങ്ങളൊക്കെ തന്നെ പുഴയിൽ കൊണ്ടുപോയി കഴുകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ഒരു സഹായമല്ലേ? അവർ സഹായമായിട്ട് അതൊക്കെ കഴുകി തരികയാണ്. വേറെ ഒന്നും. ആ വശങ്ങളൊക്കെ പലചരക്കടകൾ മറ്റു വശങ്ങളുണ്ടായിരുന്നല്ലേ അവിടെ? ഒരു വശമാണ് കംപ്ലീറ്റ് പോയത്. ഈ ഒരു ഭാഗമാണ്. ഒരു ഭാഗം ഭാഗികമായിട്ട് ഇപ്പോൾ കുറച്ച് അങ്ങനെയൊക്കെ പോയിട്ടു. അതായത് പുഴയുടെ സൈഡിലുള്ള കടകളൊക്കെ തന്നെ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ചെളിയും കല്ലും കയറി ഹോട്ടൽ ഉൾപ്പെടെയുള്ള റേഷൻ കട ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അവിടെ ഒരു അരിമില്ലുണ്ടായിരുന്നു. അരിമില്ല് മണ്ണുമാന്തി യന്ത്രം പോകാൻ വേണ്ടി തകർത്തിരുന്നു. അങ്ങനെ ഒരു പരാതിയും അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ പുഴയുടെ സൈഡിലുള്ള കടകൾ പൂർണ്ണമായും തന്നെ നശിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ധനസഹായം കിട്ടുമോ എന്നാണ് വ്യാപാരികൾ ചോദിക്കുന്നത്. മറുവശത്ത് ഹോട്ടലുകളും പലചരക്ക് കടകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ കടകളിൽ ചെളി കയറിയിട്ടുണ്ട്. അതൊക്കെ തന്നെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടകളിലെ റാക്കിൽ തട്ടയിലിരിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ സുരക്ഷിതമായി അവിടെയുണ്ട്. പക്ഷേ നിലത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും നശിച്ചു പോയിട്ടുണ്ട്. ഏതായാലും വ്യാപാരികളും ഒരു ധനസഹായത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ചൂരൽമലയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.